ഈ വർഷാവർഷം കുട്ടമ്പിള്ള മെമ്മോറിയൽ കബഡി ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞ് നമ്മുടെ കോളേജിൽ നടത്താറുണ്ടല്ലോ. സീനിയർക്ക് അറിയാവോ ആരാണ് ഈ കുട്ടമ്പിള്ള എന്ന്? അറിയാം. നാട്ടുകാർ പറഞ്ഞു കേട്ട അറിവേ എനിക്കുള്ളൂ. ഈ കുട്ടമ്പിള്ള എന്ന് പറഞ്ഞ വലിയൊരു ജോത്സ്യനായിരുന്നു. അങ്ങേര് കബഡി നിരത്തി പറഞ്ഞതാണ് നമ്മുടെ ഈ കോളേജ് ഇരിക്കുന്ന സ്ഥലം കോളേജ് വയ്ക്കാൻ പറ്റിയതാണെന്ന്. ഈ സ്ഥലവും അല്ലടാ, അങ്ങനെ ഒരു ജോത്സ്യനാണ്. ഈ കബഡി നിരത്തലും ഈ കബഡി കളിയായിട്ട് എന്താണ് ബന്ധം? യാതൊരു ബന്ധമില്ല. അത് നമ്മുടെ നാട്ടുകാരല്ലേ, പറഞ്ഞ് അവസാനം കബഡിയായിട്ട് മാറി. സത്യം പറഞ്ഞാലേ ഈ കുട്ടമ്പിള്ളയ്ക്ക് ഈ കബഡി നിരത്തിന് മാത്രമല്ല വേറെ ഒന്നും അറിഞ്ഞൂടാ. കബഡിയും കളിക്കാൻ അറിഞ്ഞൂടാ, ഗോലിവലും കളിക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് നിനക്ക് കളിക്കാൻ അറിയാം. പിന്നെ അതൊക്കെ ഞാൻ സിനിമയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ഈ കബഡി കളിക്ക് ചേരാന്ന് എന്നെ സമ്മതിച്ചത് ഗ്രേസ് മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് കിട്ടിയാ? ജയിച്ചാലടാ കിട്ടൂ. അവിടെ മമ്മൂടെ. എടാ മമ്മു, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ സാറേ പ്രശ്നം? നമ്മുടെ കോളേജിന് 2 കബഡി ടീമാണല്ലോ. അതെ. ഒന്ന് ബോയ്സും മറ്റൊന്ന് ഗേൾസും. അതെ. 2 വർഷക്കാലമായി നിരന്തരം നമ്മുടെ ടീം പരാജയപ്പെടുകയാണ്. തോറ്റ 2 വർഷം സാറായിരുന്നല്ലോ കോച്ച്. ഞാൻ കോച്ച് ചെയ്തുകൊണ്ടല്ല, എൻ്റെ കളിയൊക്കെ മോശമായതുകൊണ്ടാണ്. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ സച്ചിൻ മാത്രം കളിച്ചാൽ കളി ജയിക്കില്ല. അതിനിവിടെ ആരാണ് സാറേ? സച്ചിൻ സാറോ? അല്ല, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ വർഷം കപ്പ് നേടണം ഈ കോളേജിന്. അതുകൊണ്ട് പറയുന്നു, ഈ വർഷത്തെ കുട്ടപ്പൻ സ്മാരക കബഡി മത്സരത്തിൽ ഗേൾസ് ടീം പങ്കെടുക്കും. അപ്പൊ ഞങ്ങള് നിനക്കൊക്കെ വരാൻ, കളി കാണാം. സാറേ ഇത് ശരിയാവില്ല സാറേ. സാറേ കഴിഞ്ഞ 2 വർഷം ഞങ്ങൾ ടീം തോറ്റെന്നുള്ളത് ശരിയാണ്. ആദ്യത്തെ വർഷത്തേക്കാൾ ബെറ്റർ ആയിരുന്നില്ലേ കഴിഞ്ഞ വർഷം? അപ്പൊ ആദ്യത്തെ വർഷം പോയിന്റ് നില എങ്ങനെയായിരുന്നു സാറേ? എതിർ ടീമിന് 11 ഞങ്ങൾക്ക് 0. രണ്ടാമത്തെ വർഷം എതിർ ടീമിന് 10 ഞങ്ങൾക്ക് 0. ഒരു പോയിന്റ് കുറഞ്ഞില്ലേ? എന്തായാലും 0 ആണല്ലോ. എടാ പോത്തെ പൊട്ടന് പറഞ്ഞു കൊടുക്ക്. ഇതൊരു തീരുമാനമാണ്, ഞാൻ പറയാം, എന്റെ തീരുമാനമല്ല. നീ ക്യാപ്റ്റൻ നിലയിൽ ഞാൻ ഒരു കാര്യം പറയും. എന്താണ്? പ്രിൻസിപ്പലിന്റെ ഓർഡറാ. എന്താ ഓർഡർ? ഞങ്ങള് ഇല്ല അല്ലേ? ശരിയായിട്ടാ. ഈ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ടീമിനോട് ഈ കാര്യം പോയി പറഞ്ഞു കൊടുക്കും. ഇതിങ്ങനെ ഡീൽ ചെയ്താൽ ശരിയാവില്ല. ചെല്ലേ പോയി പറ. അബദ്ധം കാണിക്കുന്നില്ല, നീ പോയി പറ. സാറേ ഇത് കുറച്ച് കടന്ന കൈയാണ്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അവര് വരട്ടെ. സംഭവം പൊളിഞ്ഞ് കലിപ്പായി. നമ്മളല്ല ഇപ്രാവശ്യം കബഡി ടീമിന് പോകുന്നത്, ആ ഗേൾസിനെയാണ് വിടുന്നത്. നമ്മള് വീക്കാണെന്ന്. അത് സത്യമാണ്. പിന്നെ പക്ഷേ നമുക്ക് ഇതിനെതിരെ പ്രതികരിച്ചാൽ പറ്റുള്ളൂ. പിന്നെ പ്രതികരിക്കണം. ആദ്യം ആർട്സ് ക്ലബ് ചെയ്യുന്നു പോയാളിയാ, ഇപ്പൊ ഇതും നാണക്കേടാണ്. അത് പറ്റൂല. അവിടെ സ്റ്റാഫ് റൂമിൽ സാറുമായിട്ട് ഒരേ പ്രശ്നത്തിലാണ്. നിങ്ങളെ വിളിച്ചോണ്ട് ചെല്ലാൻ. നീ അവനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വന്നാ? പിന്നല്ലാതെ അവൻ കലിപ്പായ നിനക്ക് അറിഞ്ഞൂടാ. അടക്കം അടിച്ച് പൊട്ടി. എന്ത് ചെയ്യാൻ? നീ എന്ത് ചെയ്യാണെന്ന് അങ്ങോട്ട് പോകാ. ഞാൻ എന്ത് ചെയ്യാണെന്ന് പ്ലീസ് സാറേ, ഇത് നമ്മളെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യണം. ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു കാൽമേന്നോട്. ക്യാപ്റ്റൻ ആയിട്ടാണ് സാറേ ഞാൻ കാല് പിടിക്കുന്നത്. സംഭവിക്കണത് മറ്റുള്ള കോളേജിലെ കുട്ടികളുണ്ടാകുന്നത് നമ്മളെ മുഖത്ത് കാർക്കിച്ചു. പ്ലീസ് സാർ, ഞങ്ങളെ തന്നെ ടീമിൽ ഇറക്കണം. അവന്താ സാറിന്റെ കയ്യും കാലും ഒക്കെ വലിച്ച് പിടണോടാ. വലിച്ച് പിഴ കാലി പിടിക്കണത്. പ്ലീസ് സാർ, ഞാൻ പറഞ്ഞത് കേൾക്ക് സാർ. കാല് വിടണം, മസിൽ കയറും തന്നെ. ഇനി സാറിന് എവിടെ സാറേ മസിൽ? നമുക്ക് ഒരുത്തന്റെ സാറിന്റെ ഔദാര്യം വേണ്ട. നമ്മൾ കബഡി മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യും, ജയിക്കുകയും ചെയ്യും. എണീക്കടാ നാണമില്ലാത്തവനെ. വേറെ മാർഗമുണ്ട്, നീ വാ. ഞാൻ വെറുതെ ഒന്ന് പിടിച്ചു നോക്കിയാണ് സാറേ. കാണിച്ചു തരാം സാറേ. കബഡി 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 കളി ഇത് കബഡി കളി. 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 കബഡി കളിക്കാൻ പെൺപട വേണ്ട. കബഡി കളിക്കാൻ പെൺപട വേണ്ട. കബഡി കളിക്കാൻ ആൺപടയുണ്ട്. കബഡി കളിക്കാൻ ആൺപടയുണ്ട്. കബഡി കളി ഇത് കബഡി കളി. 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 ബലിഷ്ഠമായ കരങ്ങളുണ്ട്. ബലിഷ്ഠമായ കരങ്ങളുണ്ട്. ഉറച്ച കാലിൽ മസിലുകളുണ്ട്. ഉറച്ചകാലും മസിലുകളുണ്ട്. ബലിഷ്ഠമായ കരങ്ങളുണ്ട്. സാർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇപ്പൊ തീരുമാനം 3 പേര് കൂടെ ഉള്ളൂ. 3 പേരല്ല, അവർ 5-6 പേരുണ്ട്. ഇല്ല, 3 പേര് 2 ലൈഫും കൂടെ ഉള്ളൂ. സാർ എന്തിന്റെ അടി പറയുന്നത്? ഗെയിമിന്റെ. സാറെ പുറത്ത് പിള്ളേർ നടന്ന സമരത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അവരൊക്കെ എന്ത് പറ്റി? ആ കുട്ടമ്പിള്ള മെമ്മോറിയൽ മാച്ചിന് ആൺകുട്ടികളെ വിടണമെന്നും പറഞ്ഞിട്ട് അവർ സമരം നടത്തുക. സാർ മുദ്രാവാക്യം വിളി കേൾക്കുന്നില്ലേ? അതിന് അമ്മമാരുടെ ചോദിച്ചില്ലല്ലോ. അമ്മമാരുടെ ചോദിക്കണ്ടേ? ഞാൻ അവിടുത്തെ പ്രിൻസിപ്പളല്ലേ, മുമ്പ് ചോദിച്ചപ്പോൾ ഞാൻ കൂടെ വന്നിട്ടില്ലേ? എന്നിട്ട് ചോദിക്കാത്തത്? സാറേ ഇത് പുറത്ത് കേട്ടിട്ട് വല്ല പാർട്ടിക്കാരും അകത്തോട്ട് വന്ന് അവർ കാര്യങ്ങൾ ഏറ്റെടുക്കും. സാർ ഒരു അനൗൺസ്മെന്റ് നടത്തുക. കബഡി കളി ഇത് കബഡി കളി. പ്രിൻസിപ്പൽ നീതി പാലിക്കുക. പ്രിൻസിപ്പൽ നീതി പാലിച്ചു തുടങ്ങി. പ്രിൻസിപ്പലാണ് സംസാരിക്കുന്നത്. മുന്നറിയിപ്പില്ലാതെ സമരം ചെയ്തതിന്
അതായത് അച്ചടക്ക ലംഘനം നടത്തിയതിന് നിങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ തീരുമാനം ഒഴിവാക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ സസ്പെൻഷൻ ഒഴിവാക്കുക. താങ്ക് യു. ഇല്ല സാർ, ഇതിനൊരു പരിഹാരം കാണാതെ ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. അതെ സാറേ, സസ്പെൻഷൻ ഞങ്ങൾക്ക് പുല്ലാണ്. സാറിന് ഈ പഞ്ച് ഡയലോഗ് കേട്ടിട്ടേ ഞങ്ങൾ ചിതറി ഓടുന്ന കൂട്ടങ്ങളല്ല ഞങ്ങള്. ഞങ്ങളെല്ലാരും ഒറ്റക്കെട്ടാണ് സാറേ. ഒറ്റക്കെട്ടാണ് വിളിക്കുന്നത്. നല്ല ഒത്തൊരുമയാണ്. എല്ലാരും പോയല്ലേ? രവിയണ്ണ എവിടെ? അത് പിന്നെ ആദ്യം മുങ്ങി കാണും. എനിക്ക് നിങ്ങൾ രണ്ടുപേരുടെയും പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് നീയൊക്കെ നേതൃത്വം കൊടുത്ത് കബഡി കളിക്കാൻ പോയല്ലേ, തോറ്റി പാളീഷായി തിരിച്ചു വരികയും ചെയ്തു. അതുകൊണ്ട് ഈ വർഷമെങ്കിലും ഈ കോളേജിന് ഒരു കപ്പെടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പിള്ളേരെ വിടുന്നത്. ഏത് പിള്ളേരെ? ഇവരെ കൊണ്ടുപോയിട്ട് കപ്പ് കൊണ്ടുവരും. എന്താണ് ഇത്ര ഉറപ്പ്? അവരിവിടുന്നൊക്കെ നിന്റെ ഈടി വിളിച്ചാൽ മതി. കണ്ട ചന്ത സംസ്കാരമുള്ളവരൊക്കെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോ സാറിനോട് പറയാം. സാർ കണ്ട എടാ പോടെന്ന് വിളിക്കണം. അല്ല അതെന്നറിയാമോ, ഇത്രയും ടെൻഷൻ ആവേണ്ട കാര്യം വെച്ചാൽ പ്രായം മറന്നുള്ള വിളിയല്ലേ. കബഡി മത്സരത്തിലല്ല, അടി മത്സരത്തിനുണ്ടോ? സൈലൻസ്. ഇത് പ്രിൻസിപ്പാളിന്റെ റൂമാണ്. എന്ത് റൂമാണ്? സാറ് പറഞ്ഞോണ്ട് ടീച്ചർ പറഞ്ഞോണ്ട് സാറ് പറഞ്ഞു. ഞാൻ ഒന്ന് പറയട്ടെ. ബഹുമാനം ഇല്ല സാർ. ഞാൻ ഒന്ന് പറയട്ടെ. ഇത് പൂരപ്പറമ്പൊന്നുമല്ല. അതുകൊണ്ട് സഭ്യമായ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങും. എടാ പോടാന്ന് വിളിക്കുന്ന സഭ്യമായ ഭാഷയാണ് സാർ. അല്ല, അതുകൊണ്ടല്ലേ നിർത്തിയത്. നിങ്ങൾ തുടങ്ങും. ലേഡീസ് ഫസ്റ്റ്. എന്തൊരു വാസറി. രവി ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. അവര് എന്താ പറയാനുള്ളത് പറയൂ. ഞങ്ങൾക്ക് കബഡി മത്സരത്തിന് പോണം സാർ. ഇവരെ കാര്യം പറയാൻ പോലും കേട്ടാ എന്താ പറയാ. നിങ്ങൾ കാരണം അങ്ങനെയാണെങ്കിലേ കഴിഞ്ഞ പ്രാവശ്യം ബാസ്കറ്റ് ബോൾ കോമ്പറ്റീഷനിൽ തോറ്റിട്ട് വന്നതാ. അത് അതെ സാറേ, വേറൊരു കാര്യം അറിയോ? സാറേ വേറൊരു കാര്യം അറിയാമോ? അതിന്റെ കാർട്ടൂൺ വരെ ഇറങ്ങി. സാറിന്റെ തലയിൽ വെച്ചിട്ട് ബാസ്കറ്റ് ബോളിലോട്ട് ഇതിനെ പറ്റി ടീച്ചറിനും സാറിനും എന്താണ് തീരുമാനം എടുക്കാനുള്ളത്? ടീച്ചറെ പറയാം. സാറേ ഞാനൊരു ഓപ്ഷൻ പറയാം. നമുക്ക് ഗേൾസിനെയും ബോയ്സിനെയും വെച്ചിട്ട് ഒരു ഇന്റേണൽ മാച്ച് നടത്താം. അതിൽ വിജയിക്കുന്ന ആൾക്കാരെ നമുക്ക് പുറത്ത് ഇന്റേണൽ മാച്ച് നടത്താം സാർ. അപ്പൊ അതിന് ജയിക്കുന്നവരെ കാണിച്ചു തരാം.